സർ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കി. അതിനെക്കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ കുറിച്ച് കുറച്ച് നാൾ മുമ്പ് വന്നിട്ടുള്ളൊരു വിവാദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് മറ്റേ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള നിലക്കുള്ള വിവാദം വന്നിരുന്നു. അതെന്തായാലും നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ അദ്ദേഹം നിരവധി കമ്മീഷനുകളിൽ ഇദ്ദേഹമായിരുന്നു ഈ പറഞ്ഞ പോലെ കമ്മീഷൻ. കാരണം ഗവൺമെൻറ് കുറച്ച് കാശ് ഇദ്ദേഹത്തിന് കിട്ടും, ശമ്പളമായി കിട്ടും എന്നുള്ളതല്ലാതെ വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നും പലപ്പോഴും ഈ കമ്മീഷനുകൾ കൊണ്ടുണ്ടാകാറില്ല. കാരണം ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ തള്ളിക്കളയാം, വേണമെങ്കിൽ അത് നടപ്പിൽ വരുത്താം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് വഖഫ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട്, മുനവത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് ഈ രാമചന്ദ്രൻ നായർ കമ്മീഷൻ വെക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസ പ്രകടനം മാത്രമാണ്, ഒരു ട്രപ്പീസ് മാത്രമാണ്. അത് പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിയത്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ മുനമ്പം ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുകയും ഇത് പെട്ടെന്നൊരു പരിഹാരം കാണാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ ഗുണം ചെയ്യും തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ എന്തായാലും ഈ കമ്മീഷൻ്റെ റദ്ദാക്കിയിരിക്കുന്നു. ഇതിനെതിരെ പോലും അപ്പീൽ പോകുമെന്നാണ് നിയമവകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് പറഞ്ഞിട്ടുള്ളത്. അപ്പീൽ പോകേണ്ടത്ര എന്താണ് ഗുരുതരമായിട്ടുള്ള കാര്യമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ പി രാജീവിന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്നാണ്. അതായത് ബെച്ചു കുര്യൻ തോമസിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പീൽ പോയി ഇനി ഈ കമ്മീഷൻ തുടരട്ടെ എന്ന് കോടതി വിധിച്ചാൽ പോലും ഇതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഈ കമ്മീഷൻ കുറച്ച് നാൾ ഏതാണ്ട് 3 മാസമായിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാൾ മൊഴിയൊക്കെ എടുക്കും. മൊഴിയൊക്കെ എടുത്ത് കഴിഞ്ഞിരുന്നു. റിപ്പോർട്ട് എഴുതാൻ പുള്ളി പേനയും പേപ്പറും ഒക്കെ എടുത്ത് ഇരിക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിധി വന്നത് കൊണ്ട് പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതുവരെ കിട്ടാവുന്ന ശമ്പളമൊക്കെ പുള്ളി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഈ വഖഫ് ഭൂമിയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാനോ ഒന്നും ഇതുകൊണ്ട് കഴിയില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ വഖഫ് ഭൂമിയിൽ എടുക്കേണ്ട നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇത് CPM കാരനായ ആളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് എന്നുള്ളൊരു വക്കീലാണ്. അപ്പോൾ അവർ ഒന്നില്ലെങ്കിൽ ഈ ക്ലെയിം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി വന്നുകൊണ്ട് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ ഈ കാര്യം കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ രാമചന്ദ്രൻ നായർ കമ്മീഷനൊന്നും നേരത്തെ തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ഇതൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇത് തൽക്കാലം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ്. ഇത് നീട്ടിക്കൊണ്ടു പോയാൽ ചില ഗുണങ്ങൾ നമ്മുടെ ഇടതുപക്ഷത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടാവും. നഷ്ടം സംഭവിക്കാനുള്ളത് കോൺഗ്രസ്സിനാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ വഖഫിൻ്റെ അവിടുത്തെ പ്രശ്നം ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ അവിടെ സമരം ചെയ്യുന്നത് ഇപ്പോൾ 150 ദിവസം പിന്നിട്ടിരിക്കുന്നു. 100ാമത്തെ ദിവസം പിന്നിട്ടപ്പോഴാണ് PV അൻവർ അവിടെ ചെന്നത്. 150ാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ഇപ്പോൾ മെത്രാന്മാരടക്കം ആരും ചെല്ലുന്നില്ല. സഭയൊക്കെ അടക്കം ചെറിയ പിന്മാറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. കാരണം VD സതീശനും കോൺഗ്രസ്സുകാരും ഒക്കെ കൂടി ചെന്ന് മെത്രാന്മാരെയും ബിഷപ്പുമാരെയൊക്കെ വട്ടം പിടിച്ച് പ്ലീസ് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ലേ, ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കല്ലേ, തോറ്റാൽ അവിടെ ജയിക്കാൻ പോകുന്നത് വീണ്ടും ഇടതുപക്ഷമായിരിക്കും, ഞങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ തൽക്കാലം വട്ടം പിടിച്ച് നിർത്തിയേക്കാണ് എന്നാണ് നമുക്കറിയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ബിഷപ്പോ അല്ലെങ്കിൽ ഈ പറയുന്ന ലാറ്റിൻ കാത്തലിക് മൂവ്മെൻറ്റുകളൊന്നും അവരെ സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പരോക്ഷമായി എനിക്ക് അറിയാൻ കഴിയുന്ന കാര്യം. എത്രത്തോളം സത്യമാണെന്നറിയില്ല. എന്താണെങ്കിലും ഇത്തരത്തിൽ ക്രിസ്ത്യൻ സഭകൾ പോലും ഈ സമരത്തോട് വലിയ താല്പര്യമെടുക്കാതിരിക്കുന്നു. പക്ഷെ സമരം നീണ്ടുപോയാൽ ഈ ഇതിലുള്ള ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ക്രിസ്ത്യൻ വോട്ടെങ്കിലും സ്വാഭാവികമായിട്ടും UDFിൽ നിന്ന് അകലുകയും തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത് UDFിന് വലിയ ക്ഷീണമുണ്ടാക്കുകയും അതിനി BJPയിലേക്ക് പോയാൽ പോലും അത് CPMന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് രാമചന്ദ്രൻ നായർ കമ്മീഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് റദ്ദാക്കിയതുകൊണ്ട് യഥാർത്ഥത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് CPMനും പിണറായി വിജയനും LDFനും ഒക്കെയാണ്. അല്ലാതെ ജനങ്ങൾക്കോ ഈ വഖഫ് ഭൂമിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊന്നും ഇതിന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം കോടതിയും പറഞ്ഞിരിക്കുന്നതാണ്. 29 പേജുള്ള കോടതിയുടെ ഉത്തരവ് ഞാൻ വായിച്ചിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയുടെ പേരിൽ നിലപാടെടുക്കേണ്ടതും കൃത്യമായി തീരുമാനമെടുക്കുന്നതും വഖഫ് ട്രിബ്യൂണലാണ്. അല്ലാതെ കമ്മീഷൻ കൊണ്ടൊന്നും അതിനകത്ത് ഒരു തേങ്ങയും ചെയ്യാനില്ല എന്നാണ്. അതാണ് വാസ്തവം. സർ, വഖഫ് ഭൂമി പ്രശ്നം ഇടതുപക്ഷം 2026 തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടുള്ള അതിൻ്റെ വിജയസാധ്യത, ഇടതുപക്ഷത്തിന് വിജയസാധ്യത കണ്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണോ പോകുന്നത്?
വഖഫ് ഭൂമി പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2013 തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ, അത് പ്രത്യേകിച്ച് മുനമ്പത്തത് ഉയർന്നു വന്നപ്പോൾ, അത് വലിയ തോതിൽ ഒരു അവസരമായി CPM ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ നിസാർ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ചരിത്രം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ വിധിക്കകത്തും ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പരാമർശം, ഒരു വലിയ പരാമർശം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്. നേരത്തെ പറവൂർ സബ് കോടതിയിലും അതുപോലെ ഹൈക്കോടതിയും ഒക്കെ ശരിവെച്ചത് ഇത് മറ്റേ കോളേജിൻ്റെ ഭൂമിയാണ് എന്ന് ആണ് അവർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ ഇതിനകത്തൊരു പരാമർശങ്ങളും വഖഫ് ഭൂമിയാണെന്നാണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് വന്നാൽ, ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്യൂ ഉയർന്നു വന്നപ്പോൾ അതിൽ CPM കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഈ ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്ന ആളുകൾ അവരാണ് ഈ പറയുന്ന മിക്കവാറും തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെയുള്ള ആളുകൾ അവർ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുമാണ് അവരുടെ നേതാക്കളായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായിരുന്നു അവരൊക്കെ തന്നെ. അപ്പോൾ ആ വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പോയാലും അത് കോൺഗ്രസ്സിനല്ലേ നഷ്ടപ്പെടുള്ളൂ എന്നുള്ളതും, അവർ BJPയോട് അടുത്താലും യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ അത് ഇടയാക്കുമല്ലോ എന്നുള്ളതുമൊക്കെ കൃത്യമായി വായിച്ചെടുത്തത് CPM ആണ്. അതുകൊണ്ടാണ് CPM ഈ പ്രശ്നത്തെ പരിഹരിക്കണം എന്ന് വിചാരിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ CPMന് ഗുണകരമാകും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ഒന്ന് ഈ ലാറ്റിൻ കാത്തലിക്കിൻ്റെ വോട്ടുകളാണെങ്കിൽ, ഈ ലാറ്റിൻ കാത്തലിക്ക് മാത്രമല്ല, ഈ മുനമ്പം ഇഷ്യൂ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ, കാസ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്ത്, പ്രത്യേകിച്ച് പറഞ്ഞ പോലെ സിറിയൻ കാത്തലിക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇൻറോഡ്സ് ഉണ്ടാക്കാൻ, വിള്ളലുകൾ ഉണ്ടാക്കാനും ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകളെ BJPയോട് അടുപ്പിക്കാനുമൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി ഈ മുനമ്പം ഇഷ്യൂ കൂടി ഒരു ഗുണം ചെയ്യും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ CPM ആണ്. അതുകൊണ്ടാണ് ഈ മുനമ്പം ഇഷ്യൂ ഇങ്ങനെ വളരുകയും വലുതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കും. കോൺഗ്രസ്സിന് ഡാമേജ് ഉണ്ടാക്കുകയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പെർസെൻറ്റേജ് വോട്ടുകൾ BJPയിലേക്ക് പോഞ്ഞാൽ BJPക്കും ജയിക്കാൻ കഴിയില്ല, കോൺഗ്രസ്സിനും ജയിക്കാൻ കഴിയില്ല. അങ്ങനെ ജയിക്കാൻ കഴിയാതിരുന്നാൽ ഉറപ്പായിട്ടും അത് CPMന് വലിയ ഗുണം ചെയ്യും. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നൊരു തന്ത്രമാണ് കൃത്യമായിട്ട് ഹരിയാനയിലൊക്കെ പയറ്റിയിരുന്നത്, മധ്യപ്രദേശിലൊക്കെ പയറ്റിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മധ്യപ്രദേശിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പയറ്റിയിട്ടുള്ള തന്ത്രങ്ങൾ ഇവിടെയും ഫലം കാണും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായി അത് ഉപയോഗിക്കപ്പെടുന്നത്, അത് വലിയ ചർച്ചയാക്കപ്പെടുന്നതും മീഡിയകൾ പോലും അത് ചർച്ചയാക്കി നിലനിർത്തുന്നതിൻ്റെ പിന്നിലെ കാരണം പോലും ഇത്തരത്തിലുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ടാണ്. അത് വലിയ തോതിലുള്ള മീഡിയ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗം ആയിട്ട് കൂടിയാണ്.